Hey guys, ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ ഒരു വലിയ പാക്കേജ് ഉണ്ട്, കാണാലോ. ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇത്രയും വെയിറ്റുള്ള ഈ ഒരു പാക്കേജ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് AMDയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റേഡിയോൺ 7000 സീരീസ് ഗ്രാഫിക് കാർഡുകളെ കുറിച്ചിട്ടാണ്. ഇത് AMDയുടെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള 7900 XTX എന്ന് പറഞ്ഞിട്ടുള്ള 24 GB മെമ്മറിയോട് കൂടി വരുന്ന ഗ്രാഫിക് കാർഡാണ്. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസാണ് നോക്കി. എൻ്റെ വലത്തെ കയ്യിലുള്ളത് റേഡിയോൺ RX 7900 XTXും എൻ്റെ ഈ ഇടത്തെ കയ്യിലുള്ളത് റേഡിയോൺ RX 7900 XTO ആണ്. ഈ രണ്ടും ഒരുപാട് പെർഫോമൻസ് പാക്ഡ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ ഗ്രാഫിക് കാർഡുകളാണ്. ഇപ്പോൾ നിങ്ങളുടെ ഗെയിമിംഗ് PCക്ക് ഒരു ഭയങ്കര വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്, ഭയങ്കര വലിയൊരു സംഭവം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഏറ്റവും സ്റ്റണ്ണിങ് ആയിട്ടുള്ളതും ഏറ്റവും അടിപൊളി, അതായത് കിടിലം വിഷ്വൽസ് കൊണ്ടുവരാന്നുള്ളതാണ് AMDയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 7000 സീരീസ് GPUവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. RX 7900 XTയും RX 7900 XTXും രണ്ട് ഗ്രാഫിക് കാർഡും അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള RDNA 3 ആർക്കിടെക്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഗ്രാഫിക് കാർഡുകളായിരിക്കും ഇത്. AMDയുടെ RDNA 3 ആർക്കിടെക്റ്റിൽ ഉള്ള ഒരു ഗ്രാഫിക് കാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 24 GB GDDR6 മെമ്മറിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വാസ്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ഗ്രാഫിക്കലി അല്ലെങ്കിൽ വിഷ്വൽ ട്രീറ്റ് തരാനായിട്ട് ഈ ഗ്രാഫിക് കാർഡുകൾക്ക് പറ്റും. 2.5 GHz ക്ലോക്ക് സ്പീഡോടുകൂടി വരുന്ന ഈ ഒരു ഗ്രാഫിക് കാർഡുകൾക്ക് 4Kയോ അതിന് മേളിലോട്ടോ ഉള്ള റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. AMDയുടെ 7000 സീരീസ് ഗ്രാഫിക് കാർഡിൻ്റെ അത് കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ പെർഫോമൻസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. റേ ട്രേസിങ്, AI ആക്സിലറേഷൻ, അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഏറ്റവും കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫീച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസ് കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഫീച്ചർ, അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് നമ്മുടെ ഈ AMDയുടെ ഗ്രാഫിക് കാർഡുകൾ കൊണ്ടുവരുന്നുണ്ട്. AMDയുടെ തന്നെ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ AMDയുടെ ഫിഡിലിറ്റി എഫക്ട് സൂപ്പർ റെസൊല്യൂഷൻ ഫീച്ചറും പിന്നീട് നമ്മുടെ AMDയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള RDNA 3 ആർക്കിടെക്റ്റും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് എന്ന ലെവലിലുള്ള പെർഫോമൻസ് ആയിരിക്കും തരാനായിട്ട് പോകുന്നത്. ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് സിനിമ കാണുന്നത് പോലെയും അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ കളിക്കുന്ന ഗെയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. അതിന് നമ്മുടെ 7000 സീരീസ് ഗ്രാഫിക് കാർഡുകൾക്ക് നിസ്സാരമായിട്ട് പറ്റും. ഈ ഗ്രാഫിക് കാർഡുകൾക്ക് ഡിസ്പ്ലേ പോർട്ട് 2.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവർ AMDയുടെ തന്നെ റേഡിയൻസ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-bit HDR കണ്ടന്റുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ REC 2020 കളർ സ്പേസിലായിരിക്കും ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല 68 ബില്യൺ കളേഴ്സ് ആയിരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. FSR2 അല്ലെങ്കിൽ ഫിഡിലിറ്റി എഫക്ട് സൂപ്പർ റെസൊല്യൂഷൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ വെച്ചിട്ട് നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള അപ്സ്കെയിലിംഗ് ടെക്നോളജിയാണ്. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു വിഷ്വലിനെ നിസ്സാരമായിട്ട് ഈ ഗ്രാഫിക് കാർഡിന് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് അപ്സ്കെയിൽ ചെയ്യാനും നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽ ട്രീറ്റിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസിങ്ങും ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നേറ്റീവ് ആയിട്ടുള്ള ഇമേജ് ക്വാളിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രെയിം റേറ്റുകൾ ഭയങ്കരമായിട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നോർമലി നമുക്ക് കിട്ടുന്ന ഇമേജ് ക്വാളിറ്റിയിൽ നിന്ന് എക്സ്ട്രീം ആയിട്ടുള്ള ഇമേജ് ക്വാളിറ്റി കിട്ടും ഈ FSR2 വെച്ചിട്ട്. സപ്പോർട്ടഡ് ആയിട്ടുള്ള ഗെയിമുകളിലെല്ലാം നമുക്ക് FPS ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റും. നോർമലി ഉള്ള ഗ്രാഫിക് വിഷ്വലിൽ നിന്ന് കുറച്ചുകൂടി ഗ്രാഫിക് വിഷ്വൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയുള്ള പല സാധനങ്ങളും നമുക്ക് FSR2 വെച്ചിട്ട് കിട്ടും. AMDയുടെ റേഡിയോൺ 7000 സീരീസ് ഗ്രാഫിക് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ AMDയുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്രിനാലിൻ എഡിഷൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറുമായിട്ടാണ് വരുന്നത്. Alt R അമർത്തി കഴിഞ്ഞാൽ, ഹോട്ട് കീ അമർത്തി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എല്ലാ ഡേറ്റയും കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗെയിം സ്റ്റാറ്റ്, പെർഫോമൻസ് റിപ്പോർട്ട്, ഡ്രൈവർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ ഇല്ലെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ടെമ്പറേച്ചർ എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു അഡ്രിനാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് കിട്ടും. അതും ഈസി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും നമുക്ക് പെട്ടെന്ന് ഒരു ഹോട്ട് കീ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ GPUവിൻ്റെ സ്റ്റാർട്ട് അറിയണമെന്നുണ്ടെങ്കിൽ Alt+R അമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ബെഞ്ച് മാർക്സും കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് സാധിക്കും.
ബെഞ്ച് മാർക്കിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ 7900 XTയും 7900 XTXും 2 ഗ്രാഫിക് കാർഡും നിങ്ങളിപ്പോൾ FSR എനേബിൾ ചെയ്തിട്ടുള്ളതും FSR എനേബിൾ ചെയ്യാതെയും നിങ്ങൾ കളിക്കുന്നതിൽ നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചറുള്ള ഒരു ഗ്രാഫിക് കാർഡ് സീരീസാണ് AMD പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ AMDയുടെ RX 7900 XT അല്ലെങ്കിൽ 7900 XTXിലേക്ക് മൂവ് ഓൺ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അടുത്ത് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടർ റേഡിയോൺ ഗ്രാഫിക് കാർഡ് ആയിരിക്കട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.